കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബിയുടെ ശതകോടികൾ കവിയുന്ന പരസ്യ ചെലവുകളുടെയും വായ്പാ ബാധ്യതകളുടെയും ജീവനക്കാരുടെ നിയമന ഘടനയുടെയും കൃത്യമായ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്നു. കോട്ടയം പെരുവ സ്വദേശിയായ MT തോമസ് സമർപ്പിച്ച അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചർച്ചയാകാൻ സാധ്യതയുള്ള നിർണായക വിവരങ്ങളുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കിഫ്ബി പദ്ധതികളുടെ പ്രചരണത്തിനും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനുമായി മാധ്യമങ്ങളുടെ മാത്രം 107.83 കോടി രൂപയാണ് ബോർഡ് ചെലവഴിച്ചത്. ദൃശ്യാവിഷ്കാരങ്ങൾക്കായി 24 ന്യൂസ്, ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, കൈരളി, അമൃത, മീഡിയ വൺ ഉൾപ്പെടെയുള്ള വിവിധ ടെലിവിഷൻ ചാനലുകളിലെ പരസ്യങ്ങൾക്കായി 47.94 കോടി രൂപയും വിനിയോഗിച്ചു. ഇതോടൊപ്പം അച്ചടി മാധ്യമങ്ങളായ മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, ചന്ദ്രിക, മാധ്യമം, സിറാജ്, ടൈംസ് ഓഫ് ഇന്ത്യ, ദി ഹിന്ദു തുടങ്ങിയ പ്രമുഖ പത്രങ്ങളിൽ പരസ്യങ്ങൾ നൽകിയ ഇനത്തിൽ മാത്രം 59.89 കോടി രൂപയും ചെലവിട്ടു. മാധ്യമ പരസ്യങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ പ്രധാന പാതകളിലും ജംഗ്ഷനുകളിലുമായി ആകെ 185 വലിയ ഹോർഡിങ്ങുകൾ 2 മാസത്തെ കാലയളവിലേക്ക് സ്ഥാപിച്ചു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഡ്കോ എന്ന സ്ഥാപനമാണ് ഈ ഹോർഡിംഗ് ക്യാമ്പയിൻ നടപ്പിലാക്കിയത്. ഈ പരസ്യങ്ങൾ മാർച്ച് 15 നിർത്തലാക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും ഹോർഡിങ്ങുകൾക്കായി മാത്രമായി കൃത്യം എത്ര തുക ചെലവഴിച്ചു എന്നതിന്റെ തരം തിരിച്ചുള്ള കണക്കുകൾ കിഫ്ബി ലഭ്യമാക്കിയിട്ടില്ല. പരസ്യ ധൂർത്തിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ മറുവശത്ത് കിഫ്ബിയുടെ വായ്പാ ബാധ്യതകൾ വലിയ തോതിൽ ഉയരുകയാണെന്ന് ഓഡിറ്റ് ചെയ്ത സാമ്പത്തിക സ്റ്റേറ്റ്മെന്റുകൾ വ്യക്തമാക്കുന്നു. 31/3/2026 വരെയുള്ള കണക്കുകൾ പ്രകാരം കിഫ്ബി വിവിധ മാർഗങ്ങളിലൂടെ ആകെ വായ്പയായി സ്വീകരിച്ചത് 42,075.82 കോടി രൂപയാണ്. ഇതിൽ ഇതുവരെ 9,877 കോടി രൂപ മാത്രമാണ് തിരികെ അടച്ചു തീർത്തത്. നിലവിൽ 32,198.33 കോടി രൂപയുടെ വൻ ബാക്കി ബാധ്യതയാണ്, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ബോർഡിന് മേലുണ്ട്. ഗ്രീൻ ബോണ്ട്, ഡൊമസ്റ്റിക് ബോണ്ട്, KSFE, പ്രവാസി ബോണ്ട് എന്നിവ വഴി സമാഹരിച്ച തുകയുടെ അസൽ വരും വർഷങ്ങളിൽ തിരികെ നൽകേണ്ടതുണ്ട്. ഇതിന്റെ തിരിച്ചടവ് ഘടന പരിശോധിച്ചാൽ വരുന്ന സാമ്പത്തിക വർഷങ്ങളിൽ കിഫ്ബിക്ക് മേൽ വലിയ സാമ്പത്തിക ഭാരമുണ്ട്. കിഫ്ബിയുടെ മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ KM എബ്രഹാമിന്റെ സേവന കാലാവധിയിലെ ആനുകൂല്യങ്ങളും യാത്രകളും സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവന്ന രേഖകളുണ്ട്. 2018 ജനുവരി മുതൽ 26 മെയ് വരെയുള്ള കാലയളവിൽ അദ്ദേഹത്തിന്റെ ശമ്പളമായും അലവൻസായും 3.58 കോടിയിലധികം രൂപ നൽകിയിട്ടുണ്ട്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കിഫ്ബിയുടെ മസാല ബോണ്ട് ലിസ്റ്റിംഗ് ചടങ്ങിൽ പങ്കെടുക്കാൻ 15/5/2019 മുതൽ 31/5/2019 വരെ അദ്ദേഹം നടത്തിയ യാത്രയുടെ വിമാന ടിക്കറ്റ് ചെലവിലേക്ക് മാത്രം 1,70,763 രൂപയാണ് ബോർഡ് അനുവദിച്ചത്. ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾക്ക് പുറമെ നിയമപരമായ ആവശ്യങ്ങൾക്കായി വലിയൊരു തുക വക്കീൽ ഫീസായും കിഫ്ബിക്ക് ചെലവഴിക്കേണ്ടി വന്നു. EDക്കെതിരെ കേരള ഹൈക്കോടതിയിലുള്ള കേസ് നടത്തുന്നതിനായി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് P. ദത്താറിന് ഫീസായി നൽകിയത് 39 ലക്ഷം രൂപയാണ്. വിവിധ തീയതികളിലായി 2024 ജനുവരി 12-ന് 5,80,000 മുതൽ തുടങ്ങുന്നു തുക കൈമാറിയത്. എന്തായാലും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് കിഫ്ബി എന്ന് മനസ്സിലാക്കി തരുന്നതാണ് വിവരാവകാശ രേഖയിലെ ഓരോ വിവരങ്ങളും.